നമുക്ക് നമ്മുടെ സ്കൂൾ കാലത്തേക്കൊന്ന് കടന്നു പോയാലോ? നമ്മൾ സ്കൂളൊക്കെ വിട്ട് വരുന്നുണ്ടേ, അല്ലെങ്കിൽ ഇൻ്റർവെൽ സമയത്തൊക്കെ താഴോട്ടൊക്കെ ഇറങ്ങുന്നുണ്ടേ, താഴെയുള്ള ബാബുച്ചേട്ടൻ്റെ കടകളിലൊക്കെ നമ്മളെ നോക്കി കുപ്പി പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരുന്ന ചില മിഠായികളില്ലേ, ജോക്കർ മുട്ടായും അല്ലെങ്കിൽ തേങ്ങാ മുട്ടായി എന്നറിയപ്പെടുന്ന മുട്ടായികൾ, ആ മുട്ടായാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടത് 1/2 കപ്പ് തേങ്ങയാണ്. അത് മിക്സിയിൽ ഒറ്റ ക്രഷ് ചെയ്തെടുക്കണം. എന്നിട്ട് 1 കപ്പ് തേങ്ങയ്ക്ക് 3/4 കപ്പ് ശർക്കരപ്പാനി. ആ ശർക്കരപ്പാനി ഒന്ന് ഉരുകി കഴിയുന്നതാണ് അത് ഈ തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കണം കേട്ടോ. ഇത് കുറച്ച് കഴിയുമ്പോൾ നല്ലവണ്ണം ഒന്ന് മുറുകും. ആ മുറുകുന്നതിന് വരെ നമ്മളിത് തീ കുറച്ചിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കണം. അടി പിടിക്കരുത് കേട്ടോ. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ കുഴപ്പമില്ല, വേറെ വല്ല പാത്രത്തിലാണ് വെച്ചിരിക്കുന്നത്, അടി പിടിക്കാതെ സൂക്ഷിക്കണം. അപ്പോൾ ഒന്ന് മുറുകി കഴിയുന്നുണ്ടെങ്കിൽ ഒരു 2 സ്പൂൺ അരിപ്പൊടി ഇട്ടിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് തന്നെ വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി ഏലക്കാപ്പൊടിയും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ചെറിയ തീയിൽ വെക്കുക, കൈവിടാതെ ഇളക്കുക. ഇത് രണ്ടുമാണ് കേട്ടോ വേണ്ടത്. അരിപ്പൊടി ഇട്ട് കുറച്ച് കഴിയും തന്നെ ഇത് നല്ലവണ്ണം ഒന്ന് മുറുകാൻ തുടങ്ങും കേട്ടോ. അന്നേരം നമ്മൾ കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നീട് ഒന്ന് മുറുകി കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകാൻ പറ്റും. ആ ഒന്ന് മുറുകി കഴിയുന്നുണ്ടെങ്കിൽ 1 സ്പൂൺ അല്ലെങ്കിൽ 1.5 സ്പൂൺ നെയ്യ് ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇനി അധികം സമയമൊന്നും എടുക്കില്ല കേട്ടോ. ഈ നെയ്യ് ഒഴിച്ച് കൊടുത്ത ശേഷം നല്ലവണ്ണം ഒന്ന് പിന്നെ ഇളക്കി എടുക്കുക. ഇത് ഈ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നൊരു സമയമുണ്ട്. നമുക്ക് സ്പൂണോട് ഇളക്കി നോക്കുന്നുണ്ടെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പോലെ തോന്നും. നോൺ സ്റ്റിക്കിനാണെങ്കിൽ ഇച്ചിരി കൂടെ എളുപ്പമായിട്ട് ഇച്ചിരി നേരം മുന്നേ ഇത് വിട്ട് വരും കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു സമയത്ത് നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം. തീ ഒന്ന് ഓഫ് ചെയ്ത ശേഷം കുറച്ച് നേരം കൂടി ഇതൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഈ പിടിച്ചിരിക്കുന്നതെല്ലാം നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഒരു പാത്രത്തിൽ അല്പം നെയ്യ് തടവിയ ശേഷം ഈ ചൂടോടെ തന്നെ നമുക്ക് ഇത് നമ്മുടെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഒരു സ്ക്വയർ ഷേപ്പിലുള്ള പാത്രമായിരുന്ന എടുത്തിരുന്ന സ്ക്വയർ ഷേപ്പിൽ തന്നെ നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും. ഞാൻ ചെറിയൊരു ഗ്ലാസിൻ്റെ കണ്ടെയ്നറാണ് കേട്ടോ ഇവിടെ എടുത്തത്. എന്നിട്ട് അതെല്ലാം അതിലേക്ക് ആക്കിയ ശേഷം സ്പൂണിൻ്റെ പുറം കൊണ്ട് നല്ലവണ്ണം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ ഇത് പരത്തി കൊടുത്ത ശേഷം നമ്മളൊരു കത്തി കൊണ്ട് ഒന്ന് വരഞ്ഞും കൂടെ വെക്കണം. നമുക്ക് ഏത് ഷേപ്പിലാണോ മുറിക്കേണ്ടത് ആ ഷേപ്പിൽ തന്നെ ഒന്ന് മുറിച്ച് വെക്കണം. ഇത് ചൂടാറുന്നതിന് മുന്നേ കേട്ടോ. എന്നിട്ട് ഇത് നമ്മൾ ചൂടാറാൻ വേണ്ടി വെക്കണം. ചൂടാറിയ ശേഷം നമുക്ക് മുറിച്ചെടുക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതിന് ഞങ്ങൾ ജോക്കർ മുട്ടായി അല്ലെങ്കിൽ തേങ്ങാ മുട്ടായി എന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറയും കേട്ടോ. എന്തായാലും ഇപ്പോൾ ഇത് ഞങ്ങളുടെ നാട്ടിൽ കിട്ടാനില്ല. ഭയങ്കര നെസ്റ്റുള്ളൊരു സാധനമാണ്. ഞാൻ യൂട്യൂബിനകത്തൊരു വീഡിയോ കണ്ട് ഉണ്ടാക്കിയതാണ്. സക്സസ് ആവുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. പക്ഷേ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെട്ടു. അവരോട് ഞാൻ ഈ മുട്ടായിയുടെ കഥയും ഈ ചില്ലുപറണിയിൽ 50 പൈസയ്ക്കും 10 പൈസയ്ക്കൊക്കെ കിട്ടിയിരുന്ന മുട്ടായിയുടെ കഥയൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് ഏതൊരു അത്ഭുതത്തോടെയാണ് അവർ കേട്ടിരിക്കുന്നത്. ഓർമ്മയിലേക്കുള്ള ഒരു ഊളിയിലായിരുന്നു കേട്ടോ ഈ മുട്ടായിയുടെ കഥ പറച്ചിലും അവരുടെ അത് കേട്ടിരിപ്പും. അവർക്ക് നല്ല ഇഷ്ടമായി എന്ന് എന്നോട് പറഞ്ഞു. ഈ മുട്ടായിയൊക്കെ കാണുമ്പോൾ നമ്മുടെ പഴയ കാലഘട്ടം എന്ത് സുന്ദരമായിരുന്നു എന്ന് നമ്മൾ ഓർത്ത് പോകുമല്ലേ. അല്ലെങ്കിലും ഇപ്പോഴുള്ള കാലത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുന്നതല്ല, കഴിഞ്ഞുപോയ ഭൂതകാലത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുന്നതിലാണല്ലോ നമുക്കിഷ്ടം. അത് കഴിഞ്ഞു പോയത് കൊണ്ടും നമുക്ക് തിരിച്ചു കിട്ടാത്തത് കൊണ്ട് തന്നെയാണ് അത് മനോഹരമായിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ കയ്യിലുള്ള ഈ കാലവും കഴിഞ്ഞു പോകും, പിന്നെ നമുക്ക് തിരിച്ചു കിട്ടില്ല. കഴിഞ്ഞു പോയ ശേഷം അതൊരു ഓർമ്മയായ ശേഷം മാത്രമേ നമുക്കത് എത്ര മനോഹരമായിരുന്നു എന്ന് തോന്നുകയുള്ളൂ. അതുകൊണ്ട് എന്തുകൊണ്ടും ഇപ്പോൾ ജീവിക്കുന്ന ഈ കാലമാണ് നല്ലത്. ഇത് ആസ്വദിക്കുക, ഇതിൽ ജീവിക്കുക. അപ്പോൾ ബൈ.